യെസ് ഗൈസ്, കൂടുതലും ഫാൻ ബേസ് ഉള്ളത് ഈ ഇല്യൂഷൻ ആർട്ടിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തോന്നിയത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനും എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇല്യൂഷൻ ആർട്ടാണ്. അതിനുവേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നാലറ്റത്തു നിന്നും ഇതുപോലെ ചെന്നം പിന്നം വരയിടുക. ഇതിനൊരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു സ്ക്വയർ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പണികൾ വരുന്നത്. ഇനി അത് നമ്മൾ ഒരു പെന്നോ മാർക്കറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നും കൂടി വരച്ച് കട്ടിയാക്കുക. ഇനി സെയിം മാർക്കറോ പെന്നോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ നിന്ന് നേരെയും മറ്റേ സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും വരയ്ക്കുക. അപ്പോഴാണ് ഭംഗി. പിന്നെ ഈ ഇല്യൂഷൻ ആർട്ടിനുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇതിൽ കണക്കോ അല്ലെങ്കിൽ അളവോ ഒന്നും ഒരു കാര്യമല്ല. അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലോ കണക്ക് കൂടിയോ കുറയോ ചെയ്താലോ അതിൻ്റെ ഭംഗി കൂടെയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിഷ്ടമുള്ളത് വരയ്ക്കാം. ഇത് നല്ലൊരു സ്ട്രെസ് റിലീഫർ കൂടിയാണ് കേട്ടോ. നല്ല സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇല്യൂഷനായിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് വരച്ച് നോക്കും, എത്രമാത്രം റിലീഫാവുന്നു. കൂടെ ഒരു പാട്ടും വെച്ചോ, അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടും അതുപോലെ അടിപൊളിയാണ്. അങ്ങനെ ഈ സ്ക്വയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. കുറച്ച് വലിയ രീതിയിൽ ചെയ്താൽ കുറച്ചും കൂടി നിറച്ച് നിൽക്കും. ഞാനൊരു ചെറിയ രീതിയിൽ മാത്രമേ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും ഇതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. സ്ക്വയറിൻ്റെ പുറത്തും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു 3D എഫക്റ്റിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ഇനി ഇതിൻ്റെ പുറത്തുള്ള പരിപാടിയാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുകയാണ്. ഇതുപോലുള്ള ഈ ഡിസൈൻസ് ഇത് മുഴുവനാക്കിയിട്ട് നമ്മൾ വരച്ചെടുക്കണം. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ വരച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി ഇതിൻ്റെ ഭംഗി നമുക്ക് ഒന്നും കൂടി കൂട്ടാം. ആ പുറത്തുള്ള ഷെയ്ഡ് ഒന്നും കൂടി ഡാർക്കണായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3D എഫക്റ്റ് ഇല്ലേ? ഇനി നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ മാർജിൻ ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയ കൂടി ഒന്ന് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ ശരിക്കും ഒരു 3D എഫക്റ്റ് വരും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ. ഫ്രെയിം ചെയ്തിട്ട് സൂപ്പർ അല്ലേ?